ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് നമ്മുടെ ദൈവമെന്ന് പറയുന്നതിനകത്ത് ഒരു ലജ്ജയുമില്ല. നമ്മുടെ ദൈവം നമ്മളെ നമ്മുടെ ദേശത്തിൻ്റെ നടുവിൽ തൻ്റെ മഹത്വത്തിനായി വിളിക്കുമ്പോൾ ഒരിക്കലും നാം തകരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് രോഗം തന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ രോഗം തരുന്ന ദൈവമാണെന്ന് കാണിക്കാൻ ദൈവത്തിന് ആവശ്യമില്ല. പകരം ആ രോഗത്തെ സൗഖ്യമാക്കിയിട്ട് ഞാൻ അത്ഭുതത്തിൻ്റെ ദൈവമെന്ന് പറയാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ തകർക്കാനല്ല യേശു നിന്നെ വിളിച്ചത്, പകരം തകർന്ന നിന്റെ കുടുംബത്തെ പണിയാനാണ് അവൻ വിളിച്ചത്. ഇതിനകത്ത് 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ ആ ദേശത്തിൻ്റെ നടുവിൽ ആ ദൈവത്തിൻ്റെ വകയാണെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ചിലരെ ചില ദേശങ്ങളിൽ ഇവർ ദൈവത്തിൻ്റെ വകയാന്ന് തെളിയിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീ തകരാൻ പോകുകയല്ല, നീ കർത്താവിന് വേണ്ടി വളരാൻ പോകുകയാണ്. നീ ജീവിതത്തിനകത്ത് നശിക്കാൻ പോകുകയല്ല, നീ അനേകരുടെ ഭവനത്തെ പണിയാൻ പോകുകയാണ്. നിന്റെ ദേശത്തിന്റെ നടുവിൽ നീ ഒരു അത്ഭുത സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനെ അഴിക്കാൻ കഴിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയോ.